ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. തന്നോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞേ. മോളെ ആ പാത്രം ഇങ്ങെടുത്തേ. ഇന്ന് ഇച്ചിരി വലിയ കക്കാർച്ചിയുള്ളേ. ഇന്ന് വേണ്ടേ ചേച്ചി? തന്നടുത്ത് ഇറങ്ങി പോവാൻ പറഞ്ഞില്ലേ? മോളെ ആ പാത്രം ഇങ്ങെടുക്ക്. പൈസ നാളെ ആയാലും മതി. ചേച്ചിയോട് മലയാളത്തിലല്ലേ പറഞ്ഞു ഇന്ന് വേണ്ടാന്ന്. എന്താ ദീപിക ഇത്? ശല്യം. അതെ, താൻ വിഷമിക്കണ്ട. ഇതിന് എത്ര രൂപ വേണേലും ഞാൻ തരാം. എത്രയായി? 500 മതിയോ? ഈ എന്താ പേര്? ലളിത. ലളിത. KPC? KSRTC. KSRTC. ബാക്കി വേണ്ട വേണ്ട, വെച്ചോ. വല്ലപ്പോഴും എനിക്ക് ഇത്തിരി ഇറച്ചി വന്ന് സഹായിച്ചാൽ മതി. കഴിക്ക്. എനിക്ക് വേണ്ട, ഞാൻ വേറെ പറഞ്ഞോളാം. കഴിക്ക്. വേറെ പറഞ്ഞോളാം, നീ എടുത്തോ. മെക്സിക്കൻ, സ്പൈസി, ഇറ്റാലിയൻ. ഇത് കണ്ടോ? ഇത് വായിച്ചോ? എന്തോ കുന്തം. എന്താന്ന് പറ. ഒരുത്തൻ ഫോട്ടോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എന്തൊരു ശല്യമാണെന്നറിയോ? ഓരോ ദിവസം ഓരോ മെസ്സേജും. കോപ്പിലെ മെസ്സേജ്. ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇന്നലെയും കൂടെ ഒരുത്തനെ ബ്ലോക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അതേടാ, ഓരോ ആളുകളും അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കുന്നതിനല്ല വളർത്തു ദോഷം എന്ന് പറയുന്നത്. അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ ഒളിഞ്ഞു നോക്കുന്നതാണ്. ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമോ? ഇനി നാളെ എന്നെ ആൾക്കാരെ വന്ന് ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഉറപ്പല്ലേ? ഉറപ്പ്. പ്രിയ ഒഴിച്ച് ബാക്കി എല്ലാ പെൺപിള്ളാരെയും നീ എന്നെ പോലെ കണ്ടേക്കണം. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാന്ന് വെച്ച് തൊടാനുള്ള അവകാശമില്ല. അത് നീ മനസ്സിലാക്കണം. മനസ്സിലായോ? സാർ ഇരിക്കടോ. എന്താ ഇടൂ? സാർ, വീണ്ടും ഒരു മർഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു സീരിയൽ കില്ലറാണെന്നാണ്. സാർ, ഞാനത് പറയാൻ കാരണമുണ്ട്. കൊല നടന്ന ദിവസങ്ങൾ സെപ്റ്റംബർ 1, ഒക്ടോബർ 1, നവംബർ 1. 3 പേരുടെയും ഉള്ളിലേക്ക് താഴെ കൂടെ ഇരുമ്പുപൊടി കയറ്റിയിട്ടുണ്ട്. ശരീരത്തിലെ മറ്റു മുറിവുകളും ഒരുപോലെ. സാർ, പക്ഷേ നമ്മൾ മിസ് ചെയ്യുന്ന ഒന്നുണ്ട്. കോമൺ ഫാക്ടർ. ഇവർ 3 പേരിലും പൊതുവായ ഒന്ന് അതല്ലേ? സാർ, ഇവർ 3 പേരും തമ്മിലില്ല. പക്ഷേ ആദ്യത്തതും രണ്ടാമത്തെ ആളും തമ്മിൽ ഒരു കോമൺ ഫാക്ടറുണ്ട്: ഫേസ്ബുക്ക്. ആദ്യമൊക്കെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. പിന്നെ ടോൺ മാറി. ഒടുവിൽ കൂടെ കിടക്കണമെന്നായപ്പോൾ അയാളെ 4 തെറിയും പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് അവള് പോയി. ഡേറ്റ്? സാർ, എടോ, ബ്ലോക്ക് ചെയ്ത ഡേറ്റ്? അതായത് ദീപിക കൊല്ലപ്പെടുന്ന ഒരു ദിവസം മുമ്പ്, ഓഗസ്റ്റ് 31. സെപ്റ്റംബർ 1 ഇയാളെ ദീപികയുടെ വീടിൻ്റെ പരിസരത്ത് ആരെങ്കിലും കണ്ടതായിട്ടുണ്ടോ? സാർ, അത്